കുട്ടപ്പായിയുടെ പ്രസംഗം. ബാലകഥ. അനിൽ മണത്തൂർ. കോളിംഗ് ബെൽ നിർത്താതെ അടിക്കുന്നത് കേട്ടാണ് രാധ പകൽ മയക്കത്തിൽ നിന്ന് ഉണർന്നത്. ഓഹോ, ഈ സമയത്ത് ആരാ? പിറുത്തുകൊണ്ടവൾ വാതിൽ തുറന്നു. ഇന്നെന്താടാ, സ്കൂൾ നേരത്തെ വിട്ടു? ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കലായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ അമ്മേ? അമ്മ മറന്നോ? ആരായിരുന്നു സമ്മാനം കൊടുക്കാൻ? അതൊരു കുട്ടപ്പായി ആയിരുന്നു. അതാരാ? ഇവർക്ക് സിനിമാക്കാരെയൊന്നും കിട്ടിയില്ലേ? അയാള് പുസ്തകവും സൈക്കിളും കളിപ്പാട്ടവും വിൽക്കുന്ന കച്ചവടക്കാരനാ. വലിയ പൈസക്കാരനാ. ഞാൻ അങ്ങനെ ഒരാളെ കേട്ടിട്ടേ ഇല്ല. സ്കൂളുകാർക്ക് സെലിബ്രിറ്റിനെ ഒന്നും കിട്ടിക്കാണില്ല. അയാളുടെ പ്രസംഗം കേട്ടപ്പോൾ എല്ലാവരും പറയുകയാ അയാളെ തന്നെയാ വിളിക്കേണ്ടിയിരുന്നതെന്ന്. എന്റെ ഗ്രൂപ്പിൽ മൂപ്പരുടെ പ്രസംഗമുണ്ട്, അത് കേൾക്ക്, എന്നിട്ട് മതി ചായ. പറഞ്ഞതും അവൻ വീഡിയോ കാണിച്ചു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ കുട്ടപ്പായി, സൈക്കിളും പുസ്തകങ്ങളും വിൽക്കുന്ന കച്ചവടക്കാരൻ. 3 തവണ 10ൽ തോറ്റ സെലിബ്രിറ്റി അല്ലാത്ത എന്നെ ഈ മിടുക്കന്മാർക്ക് സമ്മാനം നൽകാൻ വിളിച്ചതിലെ ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. സാറന്മാർ മൊമെന്റോ നൽകാനാണ് ഉദ്ദേശിച്ചത്. എന്റെ അപേക്ഷയെ തുടർന്നാണ് മനമില്ലാ മനസ്സോടെ പുസ്തകം നൽകാൻ തയ്യാറായത്. ചന്തയിൽ അധിക പ്രസംഗം നടത്താറുണ്ടെങ്കിലും യോഗത്തിൽ സംസാരിക്കുന്നത് ചുരുക്കമാണ്. മഹാന്മാരുടെ വചനങ്ങൾ ഉദ്ധരിച്ച് തത്വങ്ങൾ പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ പഠനകാലത്തെ ചില ഓർമ്മകൾ നിങ്ങളോട് പറയാം. ഞാൻ പഠിക്കുമ്പോൾ പൂമ്പാറ്റ, ബാലരമ, ബാലഭൂമി, അങ്ങനെ എത്രയോ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. പഠിത്തത്തിലോ മോശമായിരുന്ന എനിക്ക് ഇത്തരം കഥകളോട് ആർത്തിയായിരുന്നു. പല കുട്ടികളുടെയും കൈവശമുണ്ടായിരുന്നെങ്കിലും അവർക്കൊക്കെ വലിയ ഗമയായിരുന്നു. മാത്രമല്ല തരാൻ മടിയുമായിരുന്നു. എൻ്റെ തന്തപ്പടിയാണെങ്കിൽ നാട്ടിലെ വലിയ കർഷകനാണ്, നല്ല പിശുക്കനും. മൂപ്പര് തരുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കണം. ഒന്നുണ്ട് മൂപ്പർക്ക്, ഞങ്ങളെയും ഞങ്ങൾക്ക് മൂപ്പരെയും പെരുത്തിഷ്ടമായിരുന്നു. പള്ള നിറയെ തിന്നാൻ തരും. മൂപ്പര് കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഭക്ഷണം. ഞങ്ങൾക്ക് ആർക്കും സൂക്കേട് വരാറില്ലായിരുന്നു. പറഞ്ഞു വന്നത് കഥാപുസ്തകങ്ങളുടെ കാര്യമാണല്ലോ. മടിച്ച് ഞാൻ വിഷയം വീട്ടിൽ പറഞ്ഞു. പഠിക്കാനുള്ള പുസ്തകമല്ലാതെ ഒന്നിനും പൈസയില്ല, വേണേൽ സ്വന്തമായി വാങ്ങ്. അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ ഭാഗ്യത്തിന് തേങ്ങാവലിയുടെ അന്ന്. തേങ്ങ പെറുക്കാൻ ആളില്ല. അച്ഛൻ അന്ന് കാവിലെ ഉത്സവത്തിന് പോണം. മൂപ്പരാണല്ലോ അവിടുത്തെ മൂപ്പൻ. കിട്ടിയ അവസരം ഞാൻ ചാടി പിടിച്ചു തന്നെ തേങ്ങ പെറുക്കി. കൂലിയും വാങ്ങി. ശരീരം ആസകലം വേദനിച്ച ആ കാളരാത്രി മറക്കില്ല. പിന്നെ തേങ്ങ പെറുക്കൽ, പൊളിക്കൽ, അടക്ക പെറുക്കൽ, പല പണികളിലും പണിക്കാർക്ക് പകരം ഞാനായി. ബാലപുസ്തകങ്ങളൊക്കെ സ്വന്തമായി. ചങ്ങാതിമാരുടെ വായന കഴിഞ്ഞാൽ വായനാശാലയ്ക്ക് നൽകും. വൈകാതെ ഒരു സൈക്കിൾ അങ്ങ് സ്വന്തമാക്കി. പിന്നെ പത്രവിതരണം. ചങ്ങാതിമാരുടെ ഇടയിലെ പണക്കാരനായി. കുട്ടികളെ, അന്ന് ഓരോ നാണയത്തുണ്ടും ലഭിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം പറയാതിരിക്കാൻ വയ്യ. ഇന്നെനിക്ക് 6ഓളം കാറുകളുണ്ട്. എന്നാൽ സൈക്കിൾ വാങ്ങിയപ്പോൾ കിട്ടിയ സന്തോഷം പിന്നീട് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഈ മിടുക്കന്മാർക്ക് സമ്മാനം നൽകാൻ ഇവിടെ നിൽക്കുമ്പോഴുള്ള എൻ്റെ അഹങ്കാരം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അയ്യോ അമ്മേ, അദ്ദേഹത്തിന്റെ ബാക്കി സംസാരം വീഡിയോയിൽ കിട്ടിയില്ല.